10 വർഷമായപ്പോൾ അധികാരം വിട്ടൊഴിയാൻ വിഷമമുള്ളതുകൊണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടും അദ്ദേഹം സർക്കാരിനുള്ളിൽ ഒരു ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ടീമിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഓമന മൃഗങ്ങളാണ്, ഓമനിച്ചിട്ടുള്ള മൃഗങ്ങളാണ്. അവർ പാർട്ട്ലി അദ്ദേഹത്തിൻ്റെ ഫിനാൻസിയേഴ്സാണ്. അവരാണ് ഈ തുടർ ഭരണം എന്ന പ്രോജക്റ്റ് ഗവൺമെൻറ്റിനുള്ളിൽ നടപ്പിലാക്കുന്നത്. ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് കഴിഞ്ഞ സെപ്റ്റംബറോട് കൂടിയിട്ടാണ്. അതിനായിട്ട് കഴിഞ്ഞ ധനകാര്യ വർഷവും ഈ ധനകാര്യ വർഷവും എൻ്റെ നോട്ടത്തിൽ ഒരു 200-300 കോടി രൂപ വിവിധ വകുപ്പുകളിൽ നിന്നും LDFിൻ്റെ പ്രചാരണത്തിലേക്കും ശ്രീ പിണറായി വിജയൻ്റെ ഇമേജ് ബിൽഡിങ്ങിലേക്കും ഈ ഉദ്യോഗസ്ഥർ തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് കിഫ്ബിയിൽ നിന്നും ഡോക്ടർ KM എബ്രഹാമാണ് ഇതിൻ്റെ ഗൈഡിങ് സ്പിരിറ്റ്. അദ്ദേഹത്തിന് മന്ത്രിയുടെ പദവിയൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ റീ എലക്ഷൻ ബിഡ് അദ്ദേഹം പറയും. ഞാൻ വസ്തുതാപരമായിട്ട് പറയുകയാണ്, 127 കോടിക്ക് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും മിനിമം പ്രധാന മാധ്യമങ്ങൾക്കെല്ലാം 10 കോടി രൂപ വീതം നൽകിക്കൊണ്ട് കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ വിൻഡോയിൽ, കാരണം ഡിസംബർ മധ്യം വരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 15-ന് സംസ്ഥാന തിരഞ്ഞെടുപ്പിൻ്റെ ചട്ടം വന്നു. അപ്പോൾ അതിനിടയ്ക്ക് കിട്ടിയ ആ 90 ദിവസത്തിൽ താഴെയുള്ള സമയത്ത് പരമ ദരിദ്രമായിട്ടിരിക്കുന്ന കേരള ഗവൺമെൻറ് തിരുവനന്തപുരത്തുള്ള സാധാരണ ഏതാണ്ട് 20ഓളം ചാനലുകൾക്ക്, ഏറ്റവും റേറ്റിംഗ് കുറഞ്ഞ ചാനലിന് മിനിമം കിട്ടിയത് 2 കോടി, മേജർ ചാനലുകൾക്ക് കിട്ടിയത് 10 കോടി. ഇങ്ങനെ ഒരു ചിലവ് കേരള ഗവൺമെൻറ് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? കേരളത്തിലെ കർഷകർക്ക്, നെല്ല് സംഭരിക്കപ്പെട്ടവർക്ക്, ദരിദ്രർക്കുള്ള ആസ്പത്രിയിൽ മരുന്നും ഉപകരണമില്ലാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക്, ഇവരുടെ എല്ലാം ബജറ്റിൽ നിന്നുള്ള 2025-26 ബജറ്റിൽ നിന്നുള്ള അർഹമായ ധനസഹായത്തിൽ കൊടുക്കാനുള്ള കോടികൾ കൊടുക്കാതിരുന്നിട്ടാണ് ഈ 200-250 കോടിയുടെ ചെലവ് 9.5% കടമെടുത്ത കിഫ്ബിയുടെ പണത്തിൽ നിന്ന് എബ്രഹാം എടുത്ത് കൊടുത്തത്. ഇതിൽ എബ്രഹാമിൻ്റെ ഇൻ്റർവ്യൂകളുണ്ട്. ഈ എബ്രഹാം വളരെ കണ്ണിങ് ആയിട്ടുള്ളൊരു ഓഫീസറാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ മറ്റും ധരിപ്പിച്ചിരിക്കുന്നത് 2021 റീ എലക്ഷൻ നേടിയത് കിഫ്ബിയുടെ ബലത്തിലാണ്. അങ്ങനെ കിഫ്ബിയുടെ ബലത്തിൽ ലഭിച്ച റീ എലക്ഷൻ ഒരു വട്ടം കൂടി ആവർത്തിക്കാനായിട്ട് ഇത്തവണ നമുക്ക് ഇരട്ടി പണം വേണം. ഈ ഇരട്ടി പണം ട്രഷറിയിൽ നിന്ന് ഡ്രോ ചെയ്തിട്ട് കൊടുക്കുകയാണ്. 2023 അവസാനം വരെ 570 കോടിയുടെ പരസ്യമാണ് കിഫ്ബി കൊടുത്തിരിക്കുന്നത്.